വിവാഹം കഴിക്കുന്നില്ലേ? ഈ കട്ട്ലേ സൂപ്പറാണല്ലോ. എന്താ ടേസ്റ്റ്? ശരിക്കും ഇത് ഞാൻ ഉണ്ടാക്കിയതാ. അതെ, നന്നായിട്ടുണ്ട്. സോ ഡെലീഷ്യസ്. പിന്നെ സഞ്ജന, തനിക്ക് തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്താ സർ ചോദിച്ചേ? താൻ പറ. ഉറപ്പായിട്ടും ഉണ്ട്. എനിക്ക് PG എടുക്കണമെന്നുണ്ട് സർ. എന്നാൽ നാളെ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. കിച്ചന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമെന്ന് അവളുടെ ഇഷ്ടം പോലെ എന്ന് കരുതി. താങ്ക് യു സർ. എന്തിനാ? എന്റെ പെണ്ണിന് ആവശ്യമുള്ളത് ഞാനല്ലേ നേടിക്കൊടുക്കണ്ടേ? സഞ്ജന, നാളെ നമുക്കൊരിടം വരെ പോണം. ഏട്ടാ. എന്താ ജയ്? ഞാനൊരു കാര്യം പറയാനാ വന്നത്. എന്ത് കാര്യം? അത് എനിക്ക് കൃഷ്ണേന്ദുവിനെ ഇഷ്ടമാണ്. അവളെ എനിക്ക് വിവാഹം കഴിക്കണം. ഏട്ടൻ അതിന് സമ്മതിക്കണം. എന്താ നീ പറഞ്ഞേ? ആ ഹരിയുടെ പെങ്ങളെ നിനക്ക് കേട്ടിച്ച് തരണമെന്നോ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാനതിന് സമ്മതിക്കുമെന്ന്? ഏട്ടൻ ഹരിയോട് ദേഷ്യമുണ്ടെന്ന് വെച്ച് കൃഷ്ണേന്ദു എന്ത് ചെയ്തു? അവൾ അവന്റെ പെങ്ങളാണ്. അതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഏട്ടാ, ഹരിയുടെ പെങ്ങളാണെന്ന് പറഞ്ഞ് അവളെ ഏട്ടൻ വെറുക്കുന്നത് എന്തിനാ? ഹരിയെ വെറുക്കുന്നത് എന്തിനാ? അവൻ എന്താ ചെയ്തേ? എന്താ ചെയ്തേന്നോ? ഒന്നും ചെയ്തിട്ടില്ലടാ അവൻ. നീ പഴയതെല്ലാം മറന്നുപോയോ ജി? നമ്മുടെ സാമ്രാജ്യം തകർത്തത് അവനല്ലേ? ആരെയും കാണിക്കാതെ കൊണ്ട് നടന്ന എൻ്റെ പൊന്നു മോളെ അവൻ കാരണമല്ലേ ആ ഗൗതം തട്ടിക്കൊണ്ടു പോയത്? പലതവണ കത്തിമുനിയുടെ മുന്നിൽ എൻ്റെ മോൾക്ക് നിൽക്കേണ്ടി വന്നത് അവൻ കാരണമല്ലേ? പോലീസ് സ്റ്റേഷൻ എത്ര വട്ടം അവൻ കാരണം കയറി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ. നീ അതെല്ലാം മറന്നു പോയോ ജി? ഏട്ടാ, അതൊക്കെ ആര്യയുടെ ഡ്യൂട്ടിയുടെ ഭാഗമാ. അല്ലാതെ വേണ്ട ജി, നീ ഇനിയൊന്നും പറയണ്ട. എന്തായാലും എൻ്റെ സമ്മതത്തോടെ അവളെ നീ വിവാഹം കഴിക്കില്ല. ഏട്ടാ, എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? ഏട്ടന്റെ വാശി കാരണം പുന്നാരപ്പങ്ങൾ അനുഭവിക്കുന്നത് കണ്ടില്ലേ? ഇനി എനിക്ക് മാഗതി കരുതാനാണോ ഏട്ടൻ ഉദ്ദേശിക്കുന്നത്? ജയ്, കൃഷ്ണേന്ദു അല്ലാതെ മറ്റൊരു പെണ്ണിനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരില്ല. ഏട്ടൻ മാത്രമല്ല, മഹാദേവൻ തമ്പിയുടെ മകൻ, ആ അച്ഛൻ്റെ മോൻ തന്നെ ഞാനും. എനിക്ക് ഒരു വാക്കേ ഉള്ളൂ. ജയ് നിക്ക്. ശരി, നിന്റെ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ. നിന്റെയും കൃഷ്ണേന്ദുവിൻ്റെയും വിവാഹം ഞാൻ സമ്മതത്തോടെ നടത്തിത്തരാം. പക്ഷെ ഹരിയും സഞ്ജുവും ഒന്നിക്കാൻ പാടില്ല. ഏട്ടാ, എന്തേ പറയുന്നേ? അതെ, ഹരികൃഷ്ണനും എൻ്റെ മോളും ഒന്നിക്കാൻ പാടില്ല. അവൻ്റെ എൻ്റെ മോളുടെയും വിവാഹം നടക്കാൻ പാടില്ല എന്ന്. ഇത് സമ്മതമാണെങ്കിൽ നിന്റെയും കൃഷ്ണേന്ദുവിൻ്റെയും വിവാഹത്തിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഏട്ടാ, ചെല്ലി ചെയ്, നന്നായിട്ട് ആലോചിക്ക്. നിനക്ക് നിന്റെ പെണ്ണിനെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കൂട്ടി ചെയ്യും. സഞ്ജുമോളുടെ വിഷമം നീ കാര്യമാക്കണ്ട. അവളുടെ വിഷമമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. ചെല്ല, മനസ്സിരുത്തി ആലോചിക്കുന്നേ. ഹലോ ഹലോ, ആരാ? ഞാനാടി നിന്റെ ഭർത്താവ്. നിങ്ങൾ നീ ഇപ്പോ വലിയ ഹാപ്പിയാണെന്ന് കേട്ടല്ലോ. എന്താ, നല്ല സന്തോഷത്തിലാണല്ലേ? സന്തോഷിച്ചോ. പക്ഷേ എനിക്ക് പാവം ഹരിയുടെ കാര്യം ഓർത്തിട്ടാ വിഷമം. നിന്നെ കെട്ടിക്കഴിഞ്ഞ നാട്ടുകാർ പറയും ഒന്ന് കെട്ടിയതിനെ മാത്രമേ ഇവന് കിട്ടിയുള്ളൂ എന്ന്. പിന്നെ അത് മാത്രമല്ല, കൂടെ താമസിച്ചപ്പോ നിന്റെ സൗന്ദര്യം ഞാൻ ഒരുപാട് ആസ്വദിച്ചതാ. നിന്നെ തൊടാൻ പറ്റിയില്ലേലും നിന്റെ ശരീര സൗന്ദര്യം ആദ്യമായി കാണാൻ സാധിച്ചത് എനിക്കല്ലേ മോളെ സഞ്ജന? നീ അതറിഞ്ഞില്ലെന്ന് മാത്രം. അതൊക്കെ വെച്ചാൽ ആ ഹരിക്ക് നീ ഡിസർവിംഗ് ആയിട്ടുള്ള പെണ്ണേ അല്ല. പിന്നെ ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. ഇനി എൻ്റെ മോള് സന്തോഷിച്ചു, ഹാപ്പി ആയിട്ടിരുന്നോ എൻ്റെ എക്സ് വൈഫ്? സഞ്ജന, താൻ റെഡിയായില്ലേ? അത് ഞാൻ വരുന്നില്ല സർ. വരുന്നില്ലെന്നോ? എന്താ കാര്യം? എനിക്ക് വരാൻ തോന്നുന്നില്ല. എന്താ കാര്യം? കാര്യമൊന്നുമില്ല സർ. സഞ്ജന, തന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. തന്റെ മുഖം കണ്ട എനിക്ക് മനസ്സിലാവും. വിഷ്ണുവേട്ടൻ
വിഷ്ണുവേട്ടൻ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് സഞ്ജന, അങ്ങനെ പലതും പറയാൻ ആൾക്കാർ കാണും. അതിനൊക്കെ താൻ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു സംസാരം ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ തന്നെ ചിന്തിച്ചിരുന്നു. ഇത്ര വൈകിയതിൽ ആണ് എൻ്റെ അത്ഭുതം. ലുക്ക് സഞ്ജന, നിന്റെ ശരീരത്തെയല്ല ഞാൻ സ്നേഹിച്ചത്. പിന്നെ നീ എപ്പോഴും ശുദ്ധിയുള്ളവളാണെന്ന് എനിക്കറിയാം. അത് ആരെയും അറിയിക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? ഇല്ല. എങ്കിലും സഞ്ജന, താനത് വിട്ടെ. എന്നിട്ട് വേഗം റെഡിയായി വാ, ചെല്ല. ജയ് വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഹലോ ഹലോ, ജയ് എടുത്തുണ്ടോ? ഉണ്ട്, കൊടുക്കാം. ജയ്, എന്താ ജയ് വിളിക്കാത്തെ? ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്ത എന്താ? എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ കുറച്ച് ബിസിയാ. ജയ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഞാൻ ബിസിയാണെന്ന് നിന്നോട് പറഞ്ഞില്ല കിച്ചു. ഓക്കെ ജയ്, ബിസി കഴിയുമ്പോൾ ഒന്ന് വിളിക്കണേ. പിന്നെ ഇന്ന് വരുമോ അങ്ങോട്ട്? ആ, നോക്കട്ടെ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ച് എന്നെ ശല്യം ചെയ്യരുത്, പ്ലീസ്. ഹലോ ഹലോ ജയ്. She is so beautiful. പോകാം സർ. പോകാം. വാവ്, സോ ബ്യൂട്ടിഫുൾ. എന്ത് ഭംഗിയാ കാണാൻ. തനിക്കിഷ്ടമായോ? ഒത്തിരി. സഞ്ജന, തനിക്ക് എന്നോട് തോന്നിയ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ എനിക്ക് അതിന്റെ 10 മടങ്ങ് തിരിച്ചു തരണം. സർ. അതെ സഞ്ജന, താൻ എനിക്ക് വേണ്ടിയാണ് ഇത്രയും കാലം കാത്തിരുന്നത്. ആ കാത്തിരിപ്പ് കാരണം തനിക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അതിനെല്ലാം പരിഹാരമായി എനിക്ക് തന്നെ സ്നേഹിക്കണം. സർ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതൊന്നും. എനിക്കെന്റെ ഹരി സാറിന്റെ സ്നേഹം കിട്ടാൻ പോകുന്നു. ആ നരക ജീവിതം ജീവിക്കുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ സഫലമായി. ഇനിയും ഈ സെർവിളി നിർത്തിക്കൂടെ? തനിക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. എല്ലാം തൻ്റെ ഇഷ്ടമാ. സാറെന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു അകലം പോലെ. സാറെന്ന് വിളിച്ച് ശീലായിപ്പോയി. സോറി. ഏയ് നോ, എന്തിനാ സോറി? തനിക്കിഷ്ടമുള്ളത് വിളിച്ചോ, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. താൻ വാ. ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്നും സംസാരിക്കണമെന്നും എന്ന് ഞാൻ മനസ്സിൽ ഓർത്തിട്ടുണ്ട്. ഇപ്പോ അത് സാധിച്ചു. താൻ കഴിക്കുക. ഹലോ സർ. ഓക്കെ സാർ, എന്താ ഇപ്പോൾ ഇറങ്ങാം സാർ. അത് സോറി സഞ്ജന, ഒരു അർജന്റ് കോൾ വന്നു. എനിക്ക് ഇപ്പൊ തന്നെ ഓഫീസിലോട്ട് ചെല്ലണം. ഇറ്റ്സ് ഓക്കെ സാർ, സാരമില്ല. തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വീട്ടിൽ. ഏട്ടൻ എന്താ ഇന്നലെ വരാഞ്ഞേ? അത് മോളെ, ഓഫീസ് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഓ, ഏട്ടന് കോഫി എടുക്കാം. കൃഷ്ണേന്ദു, ദേ ഏട്ടൻ വന്നിരിക്കുന്നു. ജയ് എപ്പോ വന്നു? എന്താ ജയ് എന്നോട് ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെന്തിനാ ജയ് എന്നോട് അകലം കാണിക്കുന്നേ? കൃഷ്ണേന്ദു പ്ലീസ്, എനിക്ക് ഒന്നാമത് നല്ല പ്രോബ്ലംസ് ഉണ്ട്. എന്താ ജയ് പ്രോബ്ലംസ്? അത് എന്നോട് കൂടെ പറ. ഏതൊരു കാര്യത്തിനും പരിഹാരമല്ലേ ജയ്? കിച്ചു നീ പോ. ജയ് ഏട്ടാ, ദാ കോഫി. എന്താ കൃഷ്ണേന്ദു വിഷമിച്ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല സഞ്ജന. മോനെ ജയ്, വിവാഹ മുഹൂർത്തം എടുക്കണ്ടേ? പിന്നെ ഹരികൃഷ്ണന്റെ വീട്ടിൽ നിന്ന് പോണം. ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? മോനെ, നിന്റെയും കൃഷ്ണേന്ദുവിന്റെയും വിവാഹകാര്യമാ പറയുന്നേ. ഞങ്ങളുടെ വിവാഹം നടന്ന ഹരിക്കും സഞ്ജുവിനും ഒരു ജീവിതം ഉണ്ടാകില്ലെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്? അങ്ങനെ ഒരു വിവാഹം എനിക്ക് വേണ്ട. മോനെ, എനിക്കൊന്നും സംസാരിക്കാനില്ല ഏട്ടാ. സാറെന്താ ചിരിക്കുന്നേ? ഡോ, ഇതായിരുന്നടോ എനിക്ക് വേണ്ടത്. അവൻ അവളെ കെട്ടാൻ പാടില്ല, പിന്നെ എൻ്റെ മോള് ഹരിയെയും. പക്ഷെ സാർ,
ജയ് സാറിന്റെ വിവാഹം നടന്നില്ലേ? ഹരി സാറിന്റെയും സഞ്ജുമോളുടെയും വിവാഹത്തിന് സാറ് സമ്മതിക്കണ്ടേ? ഛേ, ആര് പറഞ്ഞിടോ? ഞാൻ സമ്മതിച്ചാൽ തന്നെ ഹരി ഇതിന് സമ്മതിക്കുമോ? സ്വന്തം പെങ്ങളുടെ വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് അവന്റെ വിവാഹം നടത്താൻ അവൻ അത്രയ്ക്ക് ചെറ്റയല്ലെന്നാണ് എൻ്റെ ഒരു ഊഹം. സാറിന്റെ ബുദ്ധി കൊള്ളാമല്ലോ. അങ്ങനെ വരുമ്പോ രണ്ട് വിവാഹവും നടക്കാൻ പോകുന്നില്ല. കൃഷ്ണേന്ദു, നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാം. ഞാനില്ല സഞ്ജു, നീ പോയിട്ട് വാ. ഞാൻ ഒറ്റയ്ക്കോ? നീയും കൂടെ വാ കൃഷ്ണേന്ദു, പ്ലീസ്. ഓക്കെ, ഞാൻ വരാം. ഏട്ടൻ, ഏട്ടാ, ഏട്ടൻ എന്താ ഇവിടെ? സഞ്ജു, ഞാനൊരു കോഫി കുടിക്കാൻ ഇറങ്ങിയതാ. ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നേ. ഓ, എല്ലാവരും നല്ല ഹാപ്പിയാ അല്ലേ? ഏട്ടനും വാ വീട്ടിലോട്ട്. ഇല്ല മോളെ, ഞാൻ ഓഫീസിലോട്ട് പോവാ. അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഓർത്തപ്പോ തലവേദനിച്ചു. അതാ കോഫി കുടിക്കാമെന്ന് കരുതി. അയ്യോ, എന്താ ഏട്ടാ പ്രശ്നം? ഒന്നുമില്ല മോളെ, ചെല്ല. നിക്ക് ജയ്. ജയ് എന്താ എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറുന്നത്? എന്ത് തെറ്റാ ഞാൻ ജയ്യോട് ചെയ്തത്? പറ. കിച്ചു, നീ വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ. സീൻ ഉണ്ടാക്കുമല്ല ജയ്, പറ ജയ്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ഇത്ര എന്നെ ശിക്ഷിക്കാൻ? എനിക്കൊന്നും സംസാരിക്കാനല്ല കിച്ചു, നീ പോ. ജയ്, ഇത് പറയാതെ ഞാൻ വിടില്ല. കിച്ചു, കൈയെടുക്ക്. ഇല്ല. കിച്ചു, കൈയെടുക്കാനല്ലേ നിന്നോട് പറഞ്ഞത്. കൃഷ്ണേന്ദു വാ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇല്ല സഞ്ജന, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. കൃഷ്ണേന്ദു വാ, പ്ലീസ് വാ. സഞ്ജന, കിച്ചു എവിടെ? അവൾ അകത്തുണ്ട് സർ. എന്താ സഞ്ജന? എനിക്ക് കൃഷ്ണേന്ദുവിനെയും ജയേട്ടനെയും കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്താ സഞ്ജന? ഞാൻ ജയോട് സംസാരിക്കാം, താൻ ടെൻഷൻ ആകണ്ട. സഞ്ജയ്, നീയും കിച്ചും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? എന്താ ഹരി, നിന്നെ ഇപ്പോ അങ്ങോട്ട് കാണുന്നില്ലല്ലോ. അങ്ങോട്ട് വരണ്ടെന്ന് തോന്നി. അതിനിപ്പോ എന്താ സംഭവിച്ചേ? ഒന്നുമില്ല ഹരി. സഞ്ജയ്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ നോക്ക്. അത് മറ്റുള്ളവരെ കൂടെ അറിയിച്ച് കാര്യങ്ങൾ വഷളാക്കാതെ. കാര്യങ്ങൾ വഷളാക്കിയത് നിന്റെ പെങ്ങൾ ഹരി. സഞ്ജയ്, നീ ഇങ്ങനെ റേസ് ആകാതെ. എന്താ പ്രശ്നം എന്നോട് പറ. ഒന്നുമില്ല ഹരി. സഞ്ജയ്, നീ ഇപ്പൊ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം. ഞാൻ വെറുതെ പോലീസായതല്ല, കുറച്ചൊക്കെ സൈക്കോളജിയും പഠിച്ചിട്ടാ പോലീസായത്. അതുകൊണ്ട് നീ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാതെ. എന്നാ നീ ഒന്ന് പറഞ്ഞതാ ഹരി, ഞാൻ എങ്ങനെ ഒന്ന് സമാധാനിക്കണ്ടേന്ന്. സഞ്ജയ്, നീ ഒന്ന് കൂളാകുക, എന്നിട്ട് പറ എന്താ പ്രശ്നം. പ്രശ്നമൊന്നുമില്ല, എനിക്ക് നിന്റെ പെങ്ങളെ കെട്ടാൻ വയ്യ, അത്ര തന്നെ. സഞ്ജയ്, നീ എന്താ ഇങ്ങനെ പറയുന്നേ? എനിക്ക് വയ്യ അവളെ കേട്ടാൻ. എന്താ കാര്യം? എനിക്ക് മടുത്തു അവളെ, അതുകൊണ്ട് നിന്നെ. അയ്യോ ജയ് സർ, വേണ്ട. നീ സഞ്ജയ്, നിനക്ക് എന്ത് പ്രോബ്ലം ഉണ്ടോ എന്തോ അതെനിക്ക് അറിയണ്ട. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഏട്ടാ, എന്താ ജയ്? എനിക്ക് കൃഷ്ണേന്ദുവിനെ വിവാഹം ചെയ്യണ്ട. പക്ഷെ എന്റെ സഞ്ജുവിന്റെയും ഹരിയുടെയും വിവാഹത്തിന് ഏട്ടൻ സമ്മതിക്കണം. ജയ്, അപ്പം നിന്റെ വിവാഹം? എന്റെ വിവാഹം അതിനിയും ഈ ജന്മത്തുണ്ടാകില്ല. ഏട്ടന്റെ വാശി ജയിക്കണ്ടേ? ഇനിയിപ്പോ ഞാൻ വിചാരിച്ചാലും കിച്ചുനെ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഇന്നത്തോടെ തീർന്നു എല്ലാം. ജയ്, നീ എങ്ങോട്ടാ? സമാധാനം കിട്ടുന്നു എവിടോട്ടെങ്കിലും. സഞ്ജു ഉറങ്ങിയോ? ആകെ നനഞ്ഞല്ലോ. ഹരിയോടെ? ഏട്ടന് നൈറ്റ് ഡ്യൂട്ടിയാ, നാളെ വരൂ. കുടിച്ചിട്ടുണ്ടോ?
അയ്യോ ജയ് വാ, റൂമിൽ പോകാം വാ. കിച്ചു, ഐ എം സോറി ഫോർ എവറിഥിങ്. ജയ് എന്താ ഇത്? ഐ ലവ് യു കിച്ചു. എനിക്ക് നിന്നെ വേണം. നീ ഇല്ലെങ്കിൽ എനിക്ക് ഈ ജീവിതം വേണ്ട കിച്ചു. എന്റെ പെണ്ണാ നീ. എന്താ ജയ്, ഞാൻ ജയ്ക്കുള്ളതല്ലേ, പിന്നെന്താ? അല്ല കിച്ചു, എനിക്ക് നിന്നെ കിട്ടാൻ പോകുന്നില്ല കിച്ചു. എന്താ ജയ് പറയുന്നേ? കിച്ചു, ഐ ലവ് യു, ഐ വാണ്ട് യു. എനിക്ക് നിന്നെ വേണം. നീ എന്റെയാ കിച്ചു. ജയ് 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 വേണ്ട, സഞ്ജനയുണ്ട്, വേണ്ട പ്ലീസ്. ഐ വാണ്ട് യു കിച്ചു, പ്ലീസ്. ഈശ്വര, ഞാൻ ജയ് എഴുന്നേറ്റോ, ദാ കോഫി. കിച്ചു, ഐ എം സോറി. എന്തിന്? ഇന്നലെ ഞാൻ നിന്നെ. അതാണോ? ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, പിന്നെന്തിനാ സോറി? അത് പാടില്ലായിരുന്നു. ജയ് എന്താ ജയ്, എന്താ പറ്റിയേ? സഞ്ജയുടെ കാർ അവനിവിടെ ഉണ്ടോ? സഞ്ജയ്, സഞ്ജയ്. സാർ, എന്താ സാർ? സഞ്ജയ് എവിടെ? ഏട്ടനകത്തുണ്ട്. സഞ്ജയ്. ഹരി, ഓഹോ, നീ ഇന്നലെ കുറെ നാടകം കളിച്ചിട്ട് വീണ്ടും എന്റെ കിച്ചുവിന്റെ അടുത്ത് തന്നെ വന്നു അല്ലേടാ? അത് ഹരി, ഞാൻ നിനക്ക് നാണമുണ്ടോടാ? എന്താ ഏട്ടാ ഇത്? എന്തിനാ ജയോട് ദേഷ്യപ്പെടുന്നേ? കിച്ചു, നീ എന്തറിഞ്ഞിട്ടാ? ഹരി, നീ മിണ്ടിപ്പോകരുത്. ഇന്നലെ നീ എന്തൊക്കെ പറഞ്ഞിട്ടാടാ പോയത്? അവളെ മടുത്തെന്ന് പറഞ്ഞ് പോയ നീ രാത്രിയായപ്പോ അവളുടെ അടുത്ത് തന്നെ വന്നിക്കുന്നു. ഛേ ഹരി, നീ. ഞാൻ കേട്ടത് സത്യമാണോ? അത് കിച്ചു. സത്യമാണോ ജയ്? പറ പറ. കിച്ചു, ഞാൻ പറഞ്ഞെന്നുള്ളത് ശരിയാ, പക്ഷെ അപ്പോ ജയ്ക്ക് മടുത്തു അല്ലേ? കിച്ചു, ഞാൻ പറയട്ടെ? വേണ്ട ജയ്, ഒരു പെണ്ണ് കേൾക്കാൻ ആഗ്രഹിക്കാത്തത് ഞാനിപ്പോ കേട്ടത്. എന്റെ ഹൃദയം പറിച്ചില്ല ജയ്, നിന്നെ ഞാൻ സ്നേഹിച്ചത്. എന്നിട്ട് നീ നീ കിച്ചു, നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കില്ലേ പ്ലീസ്. ഇല്ല ഇല്ല ജയ്, എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. നിന്നെ ഇനി ഞാൻ വേദനിപ്പിക്കില്ല. ആരെയും ഞാൻ വേദനിപ്പിക്കില്ല. കിച്ചു, വാതിൽ തുറക്ക് കിച്ചു. അയ്യോ കൃഷ്ണേന്ദു, വാതിൽ തുറക്ക്. കിച്ചു പ്ലീസ്, വാതിൽ തുറക്ക് മോളെ. കിച്ചു മോളെ, നീ എന്താ ചെയ്തേ? കിച്ചു, കണ്ണു തുറക്ക് കിച്ചു. വേണ്ട, എങ്ങോട്ടാ നീ? കിച്ചുനെ ഒന്ന് കാണാൻ. വേണ്ട, നീ കാണണ്ട അവളെ. അവക്ക് നിന്നെ കാണുകയും വേണ്ട. ഹരി പ്ലീസ്. ഇല്ല, നീ പോ. സർ, ഏട്ടനൊന്ന് കണ്ടോട്ടെ കൃഷ്ണേന്ദുവിനെ. സർ ഒന്ന് സമ്മതിക്കേ. സഞ്ജന, താനും കണ്ടതല്ലേ ഇന്നലെ എന്താ സംഭവിച്ചതെന്ന്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സഞ്ജന, ഇവനെ കടത്തിവിടാൻ. സർ പ്ലീസ്. സഞ്ജു, വേണ്ട. ആ പെൺകൊച്ചിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? വല്യേട്ടാ, ആ പെണ്ണിന് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടെന്നാ കേട്ടത്.
ആ പെങ്കൊച്ചിന് വല്ലതും സംഭവിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ ഇതുകൊണ്ട് ആ ഹരി വേദനിക്കുമല്ലോ. ജയ്ക്കിനിയും അവൻ അവന്റെ പെങ്ങളെ കൊടുക്കാൻ പോകുന്നില്ല. ഇങ്ങേരിതെന്തൊക്കെയാ പറയുന്നേ? അവൾ ചാകേണ്ടതായിരുന്നു. വിഷ്ണു, എന്തിനായിരുന്നു വന്നത്? വല്യേട്ട, 1 മാസത്തോളമായി സഞ്ജു എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ഡിവോഴ്സ് പെറ്റീഷനും അവൾ മൂവ് ചെയ്തിട്ടുണ്ട്. ഞാനിനി എന്താ ചെയ്യണ്ടേ? പരിഹാരം ഉണ്ടാക്കാം. നീ ഒന്ന് സമാധാനിക്കും വിഷ്ണു. എങ്ങനെ സമാധാനിക്കാനാ? അവളും അവനും ഇപ്പോൾ ഒരു വീട്ടിലാ. അവസാനം എന്തേലും സംഭവിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ കാര്യം? വിഷ്ണു, നീ എൻ്റെ മോളെ പറ്റി കൂടെ പറയുന്നത് നോക്കണം. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, മനസ്സിലായോ? പോനീ. അത് വലിയേട്ടാ, പോകാൻ. സഞ്ജയ്. ഹരി. സഞ്ജയ്, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. സാരമില്ല. സഞ്ജയ്, ഞാൻ ചോദിക്കുന്നതിന് സത്യം മാത്രം പറയണം. നീയും കിച്ചും തമ്മിൽ എന്താ പ്രശ്നം? നീ ഒന്നുമില്ലാന്ന് പറഞ്ഞ് ഒഴിയരുത്. അവളെ നന്നായിട്ട് അറിയാവുന്ന നീ ഒരിക്കലും അവളോട് ഇങ്ങനെ പെരുമാറില്ല. അപ്പോൾ അതിന് തക്കതായി എന്തോ നിന്നെ അലട്ടുന്നുണ്ട്. പറ നീ എന്നോട് എന്താ പ്രശ്നം എന്ന്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് നന്നായി എന്ന് നീ ഒരിക്കൽ പറഞ്ഞില്ലേ? ഇപ്പോഴും അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ പറ എന്താ പ്രോബ്ലം? ഹരി, I can't do this anymore. I can't. സഞ്ജയ്, നീ ഒന്ന് റിലാക്സ് ആയിട്ട് പറ കാര്യം. നീ എന്നോടന്ന് പറഞ്ഞില്ലേ എൻ്റെയും കിച്ചുവിൻ്റെയും വിവാഹ കാര്യം ഏട്ടനോട് പറയണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഹരി, എൻ്റെ മോൾ പാവമാട. അവളെ ഇനി വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. അവളിപ്പോൾ പുതിയൊരു ജീവിതം കിട്ടിയ പോലെ ഒത്തിരി പ്രതീക്ഷയുണ്ട് അവൾക്ക്. നീയുമായിട്ടൊരു ജീവിതം മാത്രമാണ് അവളിപ്പോൾ സ്വപ്നം കാണുന്നത്. ഞാൻ കാരണം, എൻ്റെ സ്വാർത്ഥ താല്പര്യം കാരണം എനിക്ക് എൻ്റെ മോളുടെ സന്തോഷം കെടുത്താൻ വയ്യ ഹരി. സഞ്ജയ്, അപ്പോൾ എൻ്റെ കിച്ചുവോ? അവളുടെ കാര്യം നീ ചിന്തിക്കുന്നുണ്ടോ? ഹരി, കൃഷ്ണേന്ദു വളരെ മെച്ചോർഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. ശരിയാ, അവൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ അതിനേക്കാൾ ഉപരിയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. നീയും അവളും പ്രണയിക്കുക മാത്രമല്ലായിരുന്നു, മനസ്സും ശരീരവും പങ്കുവയ്ക്കുകയും കൂടി ചെയ്തു. ഒരു പെണ്ണിന് ഒരാൾക്ക് നൽകാവുന്നതിൻ്റെ പരമാവധിയാണ് അവൾ നൽകിയത്. അത് നിന്നെ അത്രയ്ക്കും ജീവനായതുകൊണ്ടാണ് അവൾക്ക്. നീ കേട്ടില്ലേ അവൾ അവസാനം പറഞ്ഞത്? എനിക്ക് നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ലാന്ന്. അതിലുണ്ട് സഞ്ജയ് നിന്നോട് അവൾക്കുള്ള സ്നേഹം. ഹരി, എനിക്ക് അവളെ വേണം. എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലടാ. സഞ്ജയ്, നിന്റെ വലിയേട്ടന് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം നിന്നോടുള്ള സ്നേഹം കൊണ്ടോ സഞ്ജനയോടുള്ള സ്നേഹം കൊണ്ടോ അല്ല. അയാൾക്ക് അയാളുടെ വാശി തീർക്കണം. അതിന് നമ്മൾ നിന്നു കൊടുക്കണോ? ഹരി, എന്താ പറഞ്ഞു വരുന്നേ? നിനക്ക് നിർബന്ധമുണ്ടോ നിന്റെ വിവാഹം സിദ്ധാർത്ഥന്റെ സമ്മതത്തോടെ നടക്കണമെന്ന്? ഹരി, നിനക്ക് കിച്ചുവിനെയും എനിക്ക് സഞ്ജനയും കിട്ടണമെങ്കിൽ ഇതേ ഉള്ളു വഴി. സിദ്ധാർത്ഥന്റെ സമ്മതം നോക്കണ്ട, വിവാഹം രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഹരി, സഞ്ജുവിന് ഡിവോഴ്സ് കിട്ടിയിട്ടില്ലല്ലോ. തൽക്കാലം ഇപ്പം നിന്റെയും കിച്ചുവിൻ്റെയും വിവാഹം നടക്കട്ടെ, ഞങ്ങളുടെ പിന്നീട് നോക്കാം. ഹരി, പക്ഷേ കിച്ചു ഇപ്പോൾ എന്നെ എങ്ങനെ കണ്ടിരിക്കുന്നതെന്ന് നീ അതൊന്ന് ഓർത്ത് ടെൻഷൻ ആകണ്ട. എല്ലാം ഞാൻ ശരിയാക്കാം. നീ വാ.